കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ശരി, ICU മാറിയപ്പോ തന്നെ ഒരാശ്വാസമുണ്ട് കൃഷ്ണകുട്ടി ചേട്ടാ. കുറെ യന്ത്രങ്ങൾക്ക് നടുവിൽ നമ്മളിങ്ങനെ കിടക്കുമല്ലേ. ആ, എനിക്കും ഇപ്പോഴാ ശ്വാസം നേരെ വീണത്. ഭക്ഷണം വാങ്ങിച്ചിട്ടുണ്ട്. വെജിറ്റേറിയൻ ഫുഡാ. എന്ന് വെച്ചാ ഇറച്ചി മീനൊന്നും ഇല്ലെന്ന്. അയ്യോടാ, കടലിലെ മീനെല്ലാം കൂടി എവിടെ പോയി? മീനൊന്നും എവിടെയും പോയിട്ടില്ല. കുറച്ച് നാളത്തേക്ക് അമ്മയ്ക്ക് വറുത്തതും പൊരിച്ചതൊന്നും വേണ്ട. കൊളസ്ട്രോൾ കൂട്ടുന്ന ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കണം. ഒരു കണക്കിന് നല്ലതാ വിജയേ. 50 രൂപയ്ക്ക് ഒരു ഊണ് കിട്ടും. സ്പെഷ്യൽ എന്തെങ്കിലും വാങ്ങിച്ചാ 150 200 ആവും. മൊത്തം അറവല്ലേ. എന്താ അറവിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ? ഞങ്ങളുടെ ഹോസ്പിറ്റൽ ബില്ലിന്റെ കാര്യമൊന്നും അല്ലല്ലോ അല്ലേ? അല്ല ഡോക്ടറെ, ഞങ്ങൾ ഓരോ കാര്യങ്ങളിങ്ങനെ. എങ്ങനെയുണ്ട്? വേദനയൊന്നുമില്ല ഡോക്ടർ, പക്ഷെ നല്ല ക്ഷീണം. പെയിൻ കില്ലറാ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് വേദന അറിയില്ല. അല്ല, ഇവിടെ ഇങ്ങനെ കിടന്നാ മതിയോ? വീട്ടിലേക്ക് പോകണ്ടേ? എങ്ങനെയെങ്കിലും വീട്ടിലൊന്ന് എത്തിക്കിട്ടിയാ മതി ഡോക്ടർ. അങ്ങനെ ചുമ്മാ പോകാൻ പറ്റുമോ? വീട്ടിലെത്തിയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലോ? പിന്നെന്താ ഡോക്ടർ ചെയ്യണ്ടേ? ഇവിടെ നിന്ന് തരുന്ന മെഡിസിൻസ് കൃത്യമായിട്ട് കഴിക്കണം. പറഞ്ഞു തന്ന ചിട്ടകൾ പാലിക്കണം. വ്യായാമങ്ങൾ കൃത്യമായി ചെയ്യണം. ഇതെല്ലാം ഉറപ്പാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു വിടാം. എല്ലാം ചെയ്തോളാം ഡോക്ടർ. ഇവിടെ നിന്ന് ഇറങ്ങി കിട്ടിയാ മതി. ഇയാള് ഒറ്റ മോനാണോ? അതെ. മാരേജ് കഴിഞ്ഞോ? ഇല്ല ഡോക്ടർ. പെൺകുട്ടികൾ ആരും ഇല്ലേ ഒരു സഹായത്തിന്? ഞങ്ങളുടെ കുടുംബ വീട് ഇവിടെയെങ്ങും അല്ല ഡോക്ടറെ. ഇവളുടെ ഭർത്താവ് രംഗനാഥിന് തക്കലയിലായിരുന്നു ജോലി. രംഗനാഥ് മരിച്ചപ്പോ ഞാൻ കുടുംബ സ്വത്തൊക്കെ വിറ്റ് തക്കലയിൽ ഇവരുടെ കൂടെ താമസമായി. ബന്ധുക്കളുമായിട്ടുള്ള സമ്പർക്കമൊക്കെ പോയി. ചെറുതലമുറയിലുള്ളവർക്കൊക്കെ തന്നെ കണ്ടാലും തിരിച്ചറിയില്ല. ഇവന്റെ ജോലി ഇവിടെയാ, കോളേജ് ലെക്ചറാ. ഇവനെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി വന്നതാ, അതിവിടെ കുടുങ്ങി. അപ്പോ ബന്ധുക്കളാരും കിട്ടിയില്ല സഹായത്തിന്? കുറച്ചു കാലത്തേക്ക് അമ്മ ശരീരം അനങ്ങി ആയാസമുള്ള ജോലികളൊന്നും ചെയ്യരുത്. ബെഡ് റെസ്റ്റാ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. വാഷ്റൂമിൽ പോകുമ്പോൾ പോലും ഒരാളൊപ്പം ഉണ്ടെങ്കിൽ നല്ലത്. അതിനിപ്പോ ഞങ്ങൾക്ക് ഇവിടെ ആരാ ഡോക്ടർ? ബന്ധുക്കളായിട്ട് ആരുമില്ല. ബന്ധങ്ങളൊക്കെ ഇപ്പോ പണത്തിന്റെ മേലല്ലേ? അച്ഛനെ അമ്മയെ ഒഴിച്ച് മറ്റെന്ത് വാങ്ങിക്കാൻ കിട്ടും പണം കൊടുത്താൽ. ഇയാൾ കോളേജ് ലെക്ചറല്ലേ? ഒരു ഹോം നേഴ്സിനെ വെക്കുന്നതിനെ കുറിച്ച് ആലോചിക്ക്. അതെ, ഇയാളാരാന്ന് ഇയാളുടെ വിചാരം? ഒരു ഭാര്യ എന്ന് പറഞ്ഞ ആരാന്നറിയോ ഇയാൾക്ക്? എല്ലാ പ്രഭാതത്തിലും ഭർത്താവിന്റെ പാതാര ബിന്ദങ്ങൾ നമസ്കരിക്കണമെന്നൊന്നും പറയില്ല ഞാൻ. പക്ഷെ അത്യാവശ്യം വിലയൊക്കെ കൊടുക്കാം ഭർത്താവിന്. മനസ്സിലായടി? സുസ്മിതയുടെ കല്യാണം കഴിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ചടങ്ങും ഉണ്ടാവില്ല. 4 ചുമരിനുള്ളിൽ ഭാര്യാഭർത്താക്കന്മാരായിട്ട് കഴിയില്ല. ഇങ്ങനെ ഓരോ ദിവസം ഓരോ ശബ്ദം എടുക്കാൻ ഭീഷ്മാചാരില്ല. ഒരു കുത്തുന്നുണ്ടല്ലോ. അയ്യോടാ. അതെ, പരിഹസിച്ചതൊന്നുമല്ല,
എനിക്കുമില്ലേ ഒരാഗ്രഹങ്ങളൊക്കെ. എടോ, എനിക്ക് ഇയാളെ എന്തോരം ഇഷ്ടമാണെന്നറിയോ? ഈ കടലോളം ആകാശത്തോളം. അയ്യേ, അതൊന്നും ഒരു അളവല്ല, അതൊന്നും അളക്കാൻ പറ്റില്ല. അതെ, നേരിട്ട് തരാനോ പറ്റുന്നില്ല. അപ്പൊ പിന്നെ ഇങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. എന്റെ അമ്മേ, ഫോട്ടോയ്ക്ക് പോലും ഇത്ര ശൗര്യോ? ഇതെന്താ ഫോട്ടോയിന്ന് പൊട്ടി വീണ? അല്ല, മാനത്തോന്ന് പൊട്ടി വീണു. ഞാനൊന്നും കേക്കില്ല എന്ന് കരുതിയോ? കേട്ടെങ്കിൽ നന്നായി. ഇയാളോട് നേരിട്ട് പറയാനുള്ള കാര്യങ്ങളാണ് ഞാൻ. മനസ്സിലായി. നമ്മളെ തമ്മിൽ ഇപ്പോഴുള്ള ബന്ധത്തിൽ ഒരു പുനരാലോചന വേണോന്നുള്ള പക്ഷത്തിലാ ഞാനും. എന്താ അല്ല, ഇപ്പോഴെങ്കിലും ഇയാൾക്ക് നല്ല ബുദ്ധി ഉദിച്ചല്ലോ. എന്താ ഇയാളുടെ പുനരാലോചന? പറയും. അതെ, ശാരികേച്ചിയുടെയും രാജീവ് സാറിന്റെയും കല്യാണം നടത്തിക്കൊടുത്തത് ഇയാളാണല്ലോ. കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിൽ കയറിയ നിമിഷം പുറപ്പെട്ടു പോയതാ രാജീവ് സാറ്. ആളെ പറ്റി ഇപ്പോഴും കാര്യമായ വിവരമൊന്നുമില്ല. അതൊന്നും ഒരു പ്രശ്നമല്ലെന്നേ. കണ്ടിന്യൂ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാ, ശാരികേച്ചിയുടെ കാര്യത്തിൽ ഉടനെ ഒരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ മുരിങ്ങയ്ക്കായ്ക്ക് പകരം ഇയാളെ വെട്ടിയെറിഞ്ഞ് കുടുംബശ്രീ ഹോട്ടലിലെ സാമ്പാറിനൊപ്പം വിളമ്പും ഞാൻ. ആ തീരുമാനം ഉടനെ നടത്തും ഞാൻ. മുരിങ്ങയ്ക്കാക്കി പകരാ. എന്റെ ദൈവമേ, പറഞ്ഞ പോലെ ചെയ്യണ സാധന. ശരി, നീ ആ പച്ചക്കറി ഒന്ന് എടുത്ത് അരിഞ്ഞു വെച്ചേക്കണേ. രാജീവ് സാർ ആത്മഹത്യക്ക് ശ്രമിച്ചു. വല്ലാത്തൊരു മാനസികാവസ്ഥയിലാ സാർ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഞാൻ കോൾ ചെയ്തപ്പോ എടുത്തൂല്ല. എന്നിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിട്ടാ ഞാൻ കണ്ടുപിടിച്ചത്. അത് എവിടുന്ന് പറഞ്ഞു കൊടുക്കണതാ സാർ? പരുന്തുംപാറ സൂയിസൈഡ് പോയിന്റ്. എടോ, ശാന്തേച്ചി പറഞ്ഞതിൽ പാതി കള്ളുള്ളൂ. സാറിന് ആ സമയത്ത് എന്തെങ്കിലും അവിവേകം മനസ്സിൽ തോന്നിരുന്നെങ്കിൽ ആ കള്ളപ്പോ സത്യം വരുന്നില്ലേ? അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിരുന്നു. സർ, ഞാനും കൂടി വരാം. വേണ്ട ശാരികേ. നീ ഇതുവരെ ഇരുന്നിടത്തുനിന്ന് അനങ്ങിയില്ലേ?
എന്ത് കണ്ടോണ്ടിരിക്കുക ഇവിടെ? ഇനി നിന്നോടാ ചോദിച്ചത്. എന്ത് മനോരാജ്യം കണ്ടോണ്ടിരിക്കുക? മുമ്പ് കുറെ മനോരാജ്യം കണ്ടതിന്റെ ഫലമായിട്ടാ ഇപ്പൊ ഈ ഇരിപ്പിരിക്കേണ്ടി വന്നത്. എല്ലാം ചെയ്തു വെച്ചിട്ട് ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? ഒറ്റ കുത്തുവെച്ച് തന്നുണ്ടല്ലോ. പഠിക്കാൻ വിട്ട കാലത്ത് പഠിച്ചതുമില്ല, അമ്മയെ സഹായിക്കാൻ ഹോട്ടലിൽ കൂടി. വിദ്യാഭ്യാസം ഇല്ലാത്ത പെണ്ണിനെ കെട്ടിച്ചയക്കാൻ ഇവിടെ കൂമ്പാറായിട്ടിരിക്കല്ല സ്വർണവും പണവും. എന്നിട്ട് ചെന്ന് ചാടിയതോ ഒരു കുരുക്കിലും. ഡി, നേരെ നെറിയുള്ളവരെ വേണോടി പ്രേമിക്കാനും കല്യാണം കഴിക്കാനും. അവൻ ഇനി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതോ നാട്ടിൽ നിന്ന് വന്ന ചെക്കൻ, വീടും കൂടി എവിടെയാന്ന് പോലും അറിയില്ല. അവന് വേറെ ഭാര്യയും മക്കളും ഉണ്ടോന്ന് ആർക്കറിയാം. കല്യാണക്കാരും അറിഞ്ഞ് അവര് തിരക്കി വന്നപ്പോ അവനിറങ്ങി പോരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി കാണും. ശാരദാമ്മയെ പോലെ ആർക്കും വേണ്ടാത്തൊരു ജന്മം കൂടി ഇവിടെ. ഈ വീടിന്റെ ശാപം അതെന്ന് തോന്നുന്നു. അവൻ ഇനി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശാരദാമ്മയെ പോലെ ആർക്കും വേണ്ടാത്തൊരു ജന്മം കൂടി ഇവിടെ. അമ്മേ, ദേ രാജീവ് സാർ വന്നു. സാർ ഇരിക്കെ. രാജീവ് സാറോ? ശാരിക എവിടെ ശാരദാമ്മേ? ഇവിടെ ഉണ്ടല്ലോ. മോളെ പോയി വിളിച്ചോണ്ട് വാ. ശരി അമ്മേ. എന്നോട് ചെറിയ പിണക്കത്തിലാണെന്ന് തോന്നുന്നു കക്ഷി. ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലുള്ള പിണക്കമല്ലേ? നേരിട്ട് കാണുക, ഒന്ന് ചിരിക്കുകയോ ചെയ്താൽ അതൊക്കെ മാറും. എന്താ ഉദ്ദേശം? അത് ഞാൻ വലിച്ചി, ദേ രാജീവ് സാർ വന്നിട്ടുണ്ട്. രാജീവ് സാർ? സത്യമാണോ നീ പറഞ്ഞത്? അതെ ശാന്തിച്ചി. ECG നോർമൽ ആയിട്ടുണ്ട് ശാരദാമ്മേ. തിങ്കളാഴ്ച ചെക്കപ്പിന് ചെല്ലാനാണ് ഡോക്ടർ പറഞ്ഞത്. സാറിരിക്കേ. കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ വന്നത്. ഇവിടെ ഒരാള് കാത്തിരുന്ന് കാത്തിരുന്ന് കണ്ണ് കഴിച്ചു. ഹോസ്പിറ്റലിലെ തിരക്കിനിടയ്ക്ക് കോണ്ടാക്ട് ചെയ്യാനും സംസാരിക്കാനൊന്നും പറ്റിയില്ല.
ഇയാളെന്നോട് ക്ഷമിക്കണം. ഹേ, എന്താ ഇത്? ഞാൻ വന്നില്ലേടോ. ഇയാളെന്താ കൊച്ചുകുട്ടിയാ? മോളെ, നീ പോയി ഡ്രസ്സ് മാറി ബാഗൊക്കെ എടുത്തോണ്ട് വാ. എന്തൊരു ഉത്സാഹം! ഇത്രയും നേരം ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടെന്ന് പോലും അറിയില്ലായിരുന്നു. പാവം, അവൾ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. സാർ ഇങ്ങോട്ട് ഇരിക്കേ സാർ. ചായ കൊടുക്ക. എന്നാ സാർ ചായ. കല്യാണക്കാര്യം വിജയലക്ഷ്മി അറിയിച്ചപ്പോ എന്താ പറഞ്ഞത്? അമ്മ മുഷിഞ്ഞൊന്നും പറഞ്ഞില്ല. സാരമില്ല, നിന്റെ ഇഷ്ടം അതല്ലേ, നടക്കട്ടെ എന്ന് പറഞ്ഞു. കല്യാണക്കാരെ അറിയിക്കാത്തതിന് പരിഭവമൊന്നും ഇല്ലേ വിജയലക്ഷ്മിക്ക്? പരിഭവം ഉള്ളിലുണ്ടാവും. ശാരദാമ്മയ്ക്കില്ലേ? അതിപ്പോ ഏതമ്മയ്ക്കും ഉണ്ടാവും. ഒരു 30 പവന്റെ കടമുണ്ട്. എത്രയും പെട്ടെന്ന് ഞാനത് വീട്ടിക്കൊള്ളാന്ന് പറയണം വിജയലക്ഷ്മിയോട്. ശാരദാമ്മ, അമ്മയ്ക്ക് എങ്ങനെ സ്വർണത്തോട് ആർത്തിയൊന്നുമില്ല. കൊടുക്കാന്ന് പറഞ്ഞിട്ട് കബളിപ്പിച്ചായിട്ട് അമ്മയ്ക്ക് തോന്നിയത് കൊണ്ടാ അന്ന് കല്യാണ പന്തലിൽ പ്രശ്നം ഉണ്ടാക്കിയത്. പിന്നെ അമ്മയുടെ ദേഹത്തുനിന്ന് സ്വർണ്ണം ഊരി വാങ്ങിച്ചപ്പോ അതൊരു ഇൻസൾട്ടായിട്ട് തോന്നുകയും ചെയ്തു. ഈ അറ്റാക്ക് വന്നതോടെ അമ്മയ്ക്കൊരു മാറ്റം ഉണ്ടായതായിട്ട് തോന്നുന്നുണ്ട്. മരണം മുന്നേ വന്ന് നിന്നപ്പോ ഒരു തിരിച്ചറിവുണ്ടായതുപോലെ, എല്ലാം ക്ഷമിക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും ഒക്കെ ഒരു മനസ്സ് വന്നതുപോലെ. സാർ, ഞാനും കൂടെ വരണ്ടേ വീട്ടിലേക്ക്? ഗൃഹപ്രവേശമല്ലേ? വേണ്ട ശാരദാമ്മേ, അമ്മയ്ക്ക് വയ്യാതിരിക്കുന്നതുകൊണ്ട് അങ്ങനെ വലിയ ചടങ്ങൊന്നും ഉണ്ടാവില്ല. എന്നാ ഞാൻ ശാന്തയോ ശ്യാമയോ ആരെങ്കിലും അയക്കാം കൂട്ടിന്. കൂട്ടിനെന്തിനാ ശാരദാമ്മ ആള്? ഞാനല്ലേ ഉള്ളത്. മതിയെങ്കിൽ മതി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ശാരദാമ്മേ. ഈശ്വര, പോയിട്ട് വാ. പോവാം. മോളെ, വിജയലക്ഷ്മി അമ്മായിയമ്മയായിട്ടല്ല, അമ്മയായിട്ട് തന്നെ കാണണം നീ. ഈ സമയത്താ ആ വീട്ടിൽ നിന്റെ ആവശ്യമുള്ളത്. വയ്യാതിരിക്കുന്ന അമ്മയ്ക്കും അമ്മാവനും
എന്താവശ്യം ഉണ്ടെങ്കിലും ചെയ്തു കൊടുക്കണം. മോളെ, നിന്റെ രാജീവ് സാറിനെ വളർത്തിയതും പഠിപ്പിച്ച് വലിയ ആളാക്കിയതൊക്കെ അവരാണെന്ന് എപ്പോഴും ഓർക്കണം. നിന്റെ ഭർത്താവ് മാത്രമല്ല സാറ്, അതിനു മുമ്പ് ഒരു മകനും അധ്യാപകനും ഒക്കെയാ. അവർക്കൊക്കെ വേണ്ടി സമയം മാറ്റി വെക്കുമ്പോ മോള് പരിഭവം കാട്ടരുത്. ഒരു ചെടി പറിച്ച് നടുന്നത് പോലെയാ നീ അവിടെ ഇപ്പം. അവിടുത്തെ മണ്ണുമായി ഇഴുകിച്ചേരാൻ സമയമെടുത്തെന്നിരിക്കും.